ഹലോ എവരിവൺ, സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളായി നമ്മൾ +2 കെമിസ്ട്രിയിൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കാം. ക്ലാസ് 1 നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? സൊല്യൂഷൻസ് എന്താണെന്നും സൊല്യൂഷൻസിൻ്റെ ടൈപ്പ് എന്താണെന്നും അല്ലേ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൊളാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ സോലുബിലിറ്റി ഇതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. സോലുബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്, അതുപോലെ തന്നെ സോലുബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പോൾ ഹെൻറീസ് ലോ ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്. തേർഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്തിരുന്നത്. ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഹെൻറീസ് ലോ അപ്ലിക്കേഷന് പുറമെ സൊല്യൂഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൗൾസ് ലോയെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ് 4ലേക്ക് കടന്നു നിൽക്കുമ്പോൾ റൗൾസ് ലോനെ ബേസ് ചെയ്ത് സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു റൗൾസ് ലോയുടെ ബേസിസിൽ എസ്പെഷ്യലി ശ്രദ്ധിക്കണം, ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ബൈനറി സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾവെന്റ്, ഒരു സൊല്യൂട്ട്, രണ്ട് കമ്പോണൻസ് മാത്രമേ പാടുള്ളൂ. അത്തരം സൊല്യൂഷൻസിലെ സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ഫേസിലായിരിക്കുന്ന സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് റൗൾസ് ലോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റൗൾസ് ലോന്റെ ബേസിസിലെ സൊല്യൂഷൻസിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്നും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നും ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതിലെ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനെ പറയുന്ന സമയത്ത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്? വളരെ സിമ്പിൾ ഡെഫിനേഷൻ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാൽ a solution അല്ലെങ്കിൽ the solutions which do not obey Raoult's law. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനുകളെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ ഐഡിയൽ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? റൗൾസ് ലോ എന്താണ്, അഥവാ നോൺ ഐഡിയൽ ആവാനുള്ള കാരണം എന്താണ്? നോക്കൂ, ഈ സൊല്യൂഷൻസിന്റെ കമ്പോണന്റുകളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സൊല്യൂഷന്റെ കമ്പോണന്റ് ഏതൊക്കെയാണ്? സോൾവെന്റും സൊല്യൂട്ടും അല്ലെ. ആ സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മോൾ ഫ്രാക്ഷൻ is directly proportional to partial vapor pressure ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൗൾസ് ലോ. നമ്മളിവിടെ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടീഷൻ ഒബേ ചെയ്യില്ല. ദാറ്റ് മീൻസ് റൗൾസ് ലോ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എന്തായിരിക്കില്ല, ഇവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് നോട്ട് അറ്റ് ഓൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? പാർഷ്യൽ വേപ്പർ പ്രഷർ ആയിരിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. അഥവാ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല ആര്? പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ്. നമുക്ക് നോക്കാം എന്താണ് അതിന്റെ അടുത്ത ഡെഫിനേഷൻസ് എന്ന് പറഞ്ഞു. നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഈ പറഞ്ഞിട്ടുള്ള സൊല്യൂഷനുകളുടെ വേപ്പർ പ്രഷർ പ്രപ്പോർഷണൽ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റൗൾസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ? അപ്പൊ പിന്നെ എന്തായിരിക്കും? റൗൾസ് ലോ വെച്ച് നമ്മളിത് പ്രിഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ വേപ്പർ പ്രഷറിന്റെ വാല്യൂ റൗൾസ് ലോ ഉപയോഗിച്ച് പ്രിഡിക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ വരാം. ശ്രദ്ധിക്കണം, വേപ്പർ പ്രഷർ എന്താവാം? കൂടുതലാവാം, കുറവായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷറിന്റെ ഈ ഡീവിയേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ നമ്മൾ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യും. എന്തായിരിക്കും? നോക്കൂ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. 2 ക്ലാസിഫിക്കേഷൻ ആണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്? റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഇവരുടെ റൗൾസ് ലോ പ്രകാരം
വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്താൽ തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും കൂടുതലാവാം അല്ലെങ്കിൽ കുറവായിരിക്കാം എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ സൊല്യൂഷൻസിന്റെയും പ്രത്യേകത എന്താ നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ആ ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഐഡിയൽ സൊല്യൂഷന്റെ ഉള്ളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, റൗൾസ് ലോയുടെ ഗ്രാഫില് അല്ലെ. അതിൽ ആ ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് ആണ് എന്ത് കാണിക്കുന്നത്, റൗൾസ് ലോ പ്രകാരമുള്ള വേപ്പർ പ്രഷറിനെ കാണിക്കുന്നത്. എന്നാൽ ചില സൊല്യൂഷൻസിന് അവരുടെ വേപ്പർ പ്രഷർ എന്തിനേക്കാൾ നോക്കൂ, റൗൾസ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായി കാണാം. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ഡെഫിനിഷൻ എന്താണ് അതിന്റെ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അല്ലെ, എ സൊല്യൂഷൻ ഹയർ ദാൻ ദാറ്റ് ഓഫ് വേപ്പർ പ്രഷർ that is predicted from റൗൾസ് ലോ എന്ന് പറഞ്ഞത്. റൗൾസ് ലോ പ്രകാരം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോ എന്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം സൊല്യൂഷൻസിന്റെ ബോയിലിംഗ് പോയിന്റ് പൊതുവെ എന്തായിരിക്കും, കുറവായിരിക്കും. നിങ്ങൾക്കറിയാം അല്ലെ എന്താണ് ബോയിലിംഗ് പോയിന്റും വേപ്പർ പ്രഷറും തമ്മിലുള്ള ബന്ധം, ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത് അല്ലെ. ബോയിലിംഗ് പോയിന്റ് കുറവുള്ള സൊല്യൂഷൻസ് ആണ് പെട്ടെന്ന് ബോയിൽ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ അവർ വേപ്പർ ഫേസിലേക്ക് കടക്കുന്നു, വേപ്പറും ലിക്വിഡും ഈക്വിലിബ്രിയത്തിൽ വരുന്നു. വേപ്പർ പ്രഷർ അല്ലെ എന്തായിരിക്കും ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. മിനിമം ബോയിലിംഗ് സൊല്യൂഷൻസിന് എന്തായിരിക്കും, മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും സംഭവിക്കുക. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് വൈസ് വേഴ്സ നമുക്ക് എന്ത് പറയാം, മാക്സിമം വേപ്പർ പ്രഷർ ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. മിനിമം ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ മാക്സിമം വേപ്പർ പ്രഷർ. അടുത്ത കാര്യം എന്താണ് പറയുന്നത്, ഈ ഡീവിയേഷന് കാരണം എന്താണ്? റൗൾസ് ലോ പ്രകാരം പറയുന്ന വേപ്പർ പ്രഷറിൽ നിന്നും ഡീവിയേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ്സ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ, പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ അറ്റ് മോളിക്യുലാർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ കാര്യം അല്ലെ. അതായത് നമുക്കറിയാം സൊല്യൂഷനിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാ, സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്, ശരിയല്ലേ. അപ്പോ സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിൽ എന്തുണ്ടായിരിക്കാം, ഒരു ഇന്ററാക്ഷൻ പറഞ്ഞാൽ എന്താ, സേ സംതിങ് ലൈക്ക് ഡൈപോൾ ഇന്ററാക്ഷൻസ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻസ്, ഹൈഡ്രജൻ ബോണ്ടിങ്, ഇങ്ങനെ പലവിധ ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഇന്ററാക്ഷന്റെ ബേസിസിലാണ് ഈ ഡീവിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ഒരു സൊല്യൂഷനെ സംബന്ധിച്ചിട്ട് അവരുടെ കേസിൽ എന്തായിരിക്കും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. മിക്സ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ കുറവായിരിക്കുന്നത് കൊണ്ടാണ് ഇവര് പെട്ടെന്ന് തന്നെ എന്തിലേക്ക് മാറുന്നത്, വേപ്പർ ഫേസിലേക്ക് മാറുന്നത്. വേപ്പർ പ്രഷർ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടാനായിട്ടുള്ള കാരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോൾവെന്റും സൊല്യൂട്ടും മിക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻസ് വളരെ കുറവാണ് എപ്പോഴത്തേക്കാളും, ബിഫോർ മിക്സിങ്. സോൾവെന്റ് ഇന്ററാക്ഷൻ സൊല്യൂട്ട് ഇന്ററാക്ഷനേക്കാളും വളരെ എന്തായിരിക്കും, കുറവായിരിക്കും സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അത്തരം സൊല്യൂഷൻസ് ആണ് പൊതുവേ എന്ത് കാണിക്കുന്നത്, പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. നോക്കുക നമുക്ക് എന്താണ് ഇവരുടെ എക്സാമ്പിൾസ്. സൊല്യൂഷൻ കണ്ടെയ്നിങ് എത്തനോൾ ആൻഡ് വാട്ടർ. നോക്കൂ, ഫെർമെന്റേഷൻസ് 95% എത്തനോൾ സൊല്യൂഷൻ. ഇത് ഒരു എന്തിന് എക്സാമ്പിൾ ആണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. ആ നോൺ ഐഡിയൽ സൊല്യൂഷന് അതുപോലെ തന്നെ എക്സാമ്പിൾ ആണ് കാർബൺ ഡൈസൾഫൈഡ് ആഡഡ് ടു അസറ്റോൺ. നമുക്കൊരു പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറയാം. നോക്കൂ, അതില് ഈ എന്ന് കാണുന്ന ബോളുകൾ അല്ലെ, അതിലേക്ക് ആ ഒരു ബീക്കറിലേക്ക് വന്ന് വീണ ഈ കാണുന്ന ബോളുകളെല്ലാം എത്തനോൾ ആണ്, എത്തനോളിന്റെ മോളിക്യൂൾസ് ആണ്. അപ്പൊ എത്തനോൾ മോളിക്യൂൾ തമ്മിൽ നിങ്ങൾ കാണാം ഒരു ആരോ കണക്റ്റഡ് ആണ്. ആ ആരോ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. എത്തനോൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. നോക്കൂ, ആ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ത് സംഭവിക്കും, നമ്മൾ അതിലേക്ക് എ എന്ന് പറഞ്ഞ ബോൾ വന്ന് വീണു, അസറ്റോൺ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കൂ, ഹൈഡ്രജൻ ബോണ്ട് എന്തായി, ഡിസപ്പിയർ ആയി.
എന്താ സംഭവിച്ചായിരുന്നത്? സോൾവെന്റ് ഇന്ററാക്ഷൻ സൊല്യൂട്ട് വന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ലോസ്റ്റ് ആവണമെന്ന് പറഞ്ഞാൽ സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ പിന്നെ നോക്കി നോക്കിയാൽ എന്തെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻസ് കാണുന്നുണ്ടോ? സ്ട്രോങ് ആയിട്ടുള്ളത് ഇല്ല. അപ്പോഴാണ് അവരെന്ത് സംഭവിക്കുന്നത്? അവരുടെ ഇന്ററാക്ഷൻ മിനിമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറയുന്നു. അപ്പോ എന്ത് സംഭവിക്കും? ഇവര് ബോയിലിംഗ് പോയിന്റ് പെട്ടെന്ന് അല്ലെ കുറയും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. അതാണ് ഇവരെ എന്തെന്ന് വിളിക്കാൻ കാരണം? നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. സോ എക്സാമ്പിളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അതായത് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് എത്തനോൾ ആൻഡ് വാട്ടർ ഷോ വാട്ട് കൈൻഡ് ഓഫ് എ ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആൻസർ എഴുതാൻ പറ്റണം അതൊരു നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അല്ലെങ്കിൽ റൈറ്റ് വൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇതിനുള്ളിൽ എഴുതാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ശരി, അടുത്ത സ്ലൈഡിലേക്ക് അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. നേരത്തെ സംഭവിച്ചത് എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ തവണ നെഗറ്റീവ് ഡീവിയേഷൻ. റൗൾസ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനേക്കാൾ കുറവ് വേപ്പർ പ്രഷർ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവര് പതുക്കെ ബോയിൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വേപ്പർ പ്രഷർ. ഇവിടെ വേപ്പർ പ്രഷർ കുറവാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ബോയിലിംഗ് പോയിന്റ് മാക്സിമം ആണ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ അവരുടെ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ റൗൾസ് ലോ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ആണ് ആ ഗ്രാഫിൽ എന്ത് കാണിച്ചിരിക്കുന്നത്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, ഗ്രീൻ ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചിരിക്കുന്നത്. എന്നാൽ എക്സ്പെരിമെന്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ബ്ലൂ കണ്ടിന്യൂസ് ലൈൻസ് ആണ് കാണിക്കുന്നത്, സോളിഡ് ലൈൻസ്. അത് നോക്കി നോക്കൂ, റൗൾസ് ലോയുടെ വാല്യൂനേക്കാൾ എല്ലാ സമയത്തും അത് എന്ത് കൂടെ പോകുന്നത്? താഴെ കൂടെ. ദാറ്റ് മീൻസ് എന്തായിരിക്കും? എക്സ്പെക്ടഡ് വാല്യൂനേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി എന്താണ് ഇതിന് കാരണം? നേരത്തെ നമ്മൾ പറഞ്ഞു മോളിക്യുലാർ ലെവൽ ഓഫ് ഇന്ററാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇന്ററാക്ഷൻ വീക്കർ ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ, വീക്ക് ആവുന്നു. ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഇന്ററാക്ഷൻസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആവും. സൊല്യൂട്ടിനും സോൾവെന്റിനും പെട്ടെന്ന് വേപ്പർ ഫേസിലേക്ക് മാറാൻ പറ്റാതെ വരുന്നതാണ് വേപ്പർ പ്രഷർ കുറയാനുള്ള കാരണം. ദാറ്റ് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. നോക്കൂ, നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെ പറയാം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഫീനോൾ ആൻഡ് അനിലിൻ, അതുപോലെ തന്നെ ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. അപ്പൊ നമുക്ക് ആ പാർട്ടിക്കിൾ ഇന്ററാക്ഷനെ കുറിച്ചിട്ടൊരു അനിമേഷൻ നോക്കി നോക്കാം. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലോറോഫോം അല്ലെ ആഡ് ചെയ്യാണ് നമ്മൾ ബീക്കറിലേക്ക്. അപ്പൊ ക്ലോറോഫോം മോളിക്യൂൾസ് തമ്മിൽ ഒരു വീക്ക് ഇന്ററാക്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു എന്തുണ്ട്? ഒരു ഇന്ററാക്ഷൻ, വീക്ക് വാൻഡർവാൾ ഇന്ററാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലേക്ക് നമ്മളൊരു ഡ്രോപ്പ് അല്ലെ അല്ലെങ്കിൽ കുറച്ച് എന്ത് ആഡ് ചെയ്യാണെന്നാ പറഞ്ഞിരിക്കുന്നത്? അസറ്റോൺ ആഡ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ കാണാൻ നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള അല്ലെ ഒരു ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഡെവലപ്പ് ചെയ്താൽ ഇവരെന്താ സംഭവിച്ചു? അസറ്റോണും അതുപോലെ തന്നെ ക്ലോറോഫോമും കൂടുതൽ എന്ത് സംഭവിക്കുന്നു? സ്ട്രോങ്ങർ ഇന്ററാക്ഷൻ വരുന്നു. അപ്പൊ അവർക്ക് ഈസിലി വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇത്തരം സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെയും നിങ്ങൾ എന്തിനെ കുറിച്ച് പഠിക്കണം? പാർട്ടിക്കിൾ ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ എക്സാമ്പിൾസിനെ കുറിച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ്. അതോടുകൂടി നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഭാഗം അവസാനിച്ചു. ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് റൗൾസ് ലോയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരുന്ന സൊല്യൂഷൻസിനെ, ലിക്വിഡ് ബൈനറി സൊല്യൂഷൻസിനെ. ഇനി ആ നോൺ ഐഡിയൽ തന്നെ ഫർദർ ഡിവൈഡ് ചെയ്തു. നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ. അടുത്ത ഭാഗം കിടക്കാം എസിയോട്രോപ്സ് എന്ന് പറഞ്ഞൊരു ഭാഗത്താണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എസിയോട്രോപ്സ്. ഈ എസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക്കേഷൻ ആണ്. എന്ത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഡീവിയേഷൻ ഇതിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് എസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. എന്താ എസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എസിയോട്രോപ്പിന്റെ ഡെഫിനേഷൻ ഇവിടെയുണ്ട്. ഒന്നുമില്ല, ഒരു ബൈനറി സൊല്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് സൊല്യൂഷൻ ആണ്. ആ ലിക്വിഡ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നതാണ്? ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കും? ബോയിൽ ചെയ്യും. ഏതൊരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ ഒരു റേഷ്യോയില് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നു. ഇനി ബോയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം ലിക്വിഡ് സൊല്യൂഷൻ എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും അല്ലെ. ഈ ഗ്യാസ് ആയിട്ട് മാറുന്നതിനെ കണ്ടൻസ് ചെയ്ത് നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ
ആ കുപ്പിയിലുള്ള കണ്ടന്റിലും ഇതേ റേഷ്യോ തന്നെ ഇവരെന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ ഒരു എസിയോട്രോപ്പ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ മിക്സ്ചറിന്റെ സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ മിക്സ് ചെയ്യുന്ന കോമ്പോസിഷൻ ലിക്വിഡ് ഫേസിലും ഇനി അത് ബോയിൽ ചെയ്ത് ഗ്യാസ് ആയിട്ട് വരുന്ന ഫേസിലും സെയിം ആണ് എന്നുണ്ടെങ്കിൽ, അതായത് 95:5 ആണ് ഇവിടെ ലിക്വിഡ് ഫേസിൽ എന്നുണ്ടെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുന്ന സമയത്തും ഇതില് ഗ്യാഷ്യസ് ഫേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ 95:5 തന്നെ ആയിരിക്കും. പിടികിട്ടിയായിരുന്നോ? അതിനെയാണ് നമ്മൾ എസിയോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എസിയോട്രോപ്സിന്റെ പ്രത്യേകത ഇതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ബൈനറി സൊല്യൂഷൻസ് ആയിരിക്കണം, സോൾവെന്റും സൊല്യൂട്ടും ലിക്വിഡ് ആയിരിക്കണം, ഒരു ഡെഫിനിറ്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. അതുപോലെ തന്നെ എസിയോട്രോപ്പുകളുടെ കമ്പോണന്റുകളെ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ലിക്വിഡ് മിക്സ്ചറുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താ അതിന്റെ അർത്ഥം, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്തിലേക്ക് മാറുള്ളൂ, വേപ്പർ ഫേസിലേക്ക് മാറുള്ളൂ. അപ്പൊ എസിയോട്രോപ്പ് എന്താണെന്ന് പിടികിട്ടിയത് വിചാരിക്കണം. അപ്പൊ എസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈനറി മിക്സ്ചേഴ്സ് ആണ് വിച്ച് ഹാവ് ദ സെയിം കോമ്പോസിഷൻ ഇൻ ബോത്ത് സോളിഡ് ആൻഡ് വേപ്പർ ഫേസ് അറ്റ് എ പെർട്ടിക്കുലർ ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. നോക്കൂ, നമുക്ക് ഇതില് 2 ടൈപ്പ് എസിയോട്രോപ്സ് ആണുള്ളത്. ആ 2 ടൈപ്പ് എസിയോട്രോപ്പുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പും മറ്റൊന്ന് മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പുമാണ് അല്ലെ? എന്താണ് ഈ മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പിന്റെ പ്രത്യേകത ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം അല്ലെ? AB ഇന്ററാക്ഷൻ കുറവായിട്ടുള്ളത്, അതായത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ കുറവായിട്ടുള്ള അത്തരം മിക്സ്ചേഴ്സ് ആണ് പൊതുവെ എന്ത് കാണിക്കുന്നത്, മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പ് ആവുക. അപ്പൊ അവരുടെ പ്രത്യേകത മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ, ബോയിലിംഗ് പോയിന്റ് കുറവ്. അതുകൊണ്ടാണല്ലോ അവർക്ക് പോസിറ്റീവ് ഡീവിയേഷൻ വന്നത്. എന്തിലെ? വേപ്പർ പ്രഷറിൽ. ബോയിലിംഗ് പോയിന്റ് കുറയുന്നതോറും വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പ് ഏത് സൊല്യൂഷൻസാണ് കാണിക്കുക? സൊല്യൂഷൻസ് വിത്ത് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ അവരാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? നോക്കൂ, 95% എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 95% എത്തനോളും 95 milliliter എത്തനോളും 5 milliliter ഓഫ് വാട്ടറും വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷന്റെ പ്രത്യേകത അത് 78.2 ഡിഗ്രി സെൽഷ്യസിലാണ് ബോയിൽ ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഒന്നും പഠിച്ചു വെക്കണം നിങ്ങൾ. ഇത് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞ ടേം ഐഡന്റിഫൈ ചെയ്യണം. നോക്കൂ, അതിലെ കമ്പോണന്റ് ആരൊക്കെയാണ്? ഒന്ന് വാട്ടർ, മറ്റൊന്ന് എത്തനോൾ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. എത്തനോളുടെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 78.4. പക്ഷെ നോക്കൂ, അത് രണ്ടും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലിക്വിഡ് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 78.2. 2 കമ്പോണന്റുകളെക്കാളും കുറവാണ്. അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് വിളിക്കുന്നത്? മിനിമം ബോയിലിംഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സാമ്പിളുകൾ ഈ ഭാഗത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്തതാണ് മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പ്. നമ്മൾ എന്താ പറഞ്ഞത്? മിനിമം ബോയിലിംഗ് എസിയോട്രോപ്പ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പുകൾ എപ്പോഴും എന്താ കാണിക്കുക? നിങ്ങൾക്കറിയാം, ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. എന്തിൽ നിന്ന്? റൗൾസ് ലോയിൽ നിന്നും ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവരാണ് എന്തിൽ നിന്ന് പറയുന്നത്? മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പ്. ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ വേപ്പർ പ്രഷർ പൊതുവെ കുറവായിരിക്കും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ എന്ന് പറയാൻ കാരണം. ഇത്തരം മിക്സ്ചറുകൾ പറഞ്ഞു ഞാൻ. എസിയോട്രോപ്പുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ലിക്വിഡിലും വേപ്പർ ഫേസിലേക്ക് പോകുമ്പോഴും അവരുടെ കോമ്പോസിഷൻ, റേഷ്യോ ഓഫ് മിക്സിംഗ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. എന്താ എക്സാമ്പിൾ വരുന്നത്? HNO3 ആയിട്ടുള്ള മിക്സ്ചർ അല്ലെ? HNO3 ആയിട്ടുള്ള മിക്സ്ചറിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞിരിക്കണേ നോക്കി നോക്കി. അവിടെ 83 ഡിഗ്രി സെൽഷ്യസ് ആണ് HNO3യുടെ ബോയിലിംഗ് പോയിന്റ് പറയുന്നത്. വാട്ടറിന്റെ 100 ഡിഗ്രി സെൽഷ്യസ്. എന്നിരുന്നാൽ കൂടി ഇവർ രണ്ടുപേരും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ ഏത് 68% HNO3യും എന്ത് ചെയ്യുന്ന പറഞ്ഞേ 23%, ബാക്കി എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 68%ഉം 32% ഓഫ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ എപ്പോഴും എന്ത് ഡീവിയേഷൻ കാണിക്കും? മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പിന് എക്സാമ്പിൾ ആണ്. അവരെന്ത് കാണിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എസിയോട്രോപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
എസിയോട്രോപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? എസിയോട്രോപ്പുകൾ ലിക്വിഡ് മിക്സ്ചേഴ്സ് ആണ് വിച്ച് ഡിസ്റ്റിൽസ് വിത്തൗട്ട് ചേഞ്ചിങ് കോമ്പോസിഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ടൈപ്പ് എസിയോട്രോപ്പ് ആണുള്ളത്, ഒന്ന് മാക്സിമം ബോയിലിംഗ്, മറ്റൊന്ന് മിനിമം ബോയിലിംഗ്. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് എക്സാമ്പിളുകൾ അല്ലെ നിങ്ങൾക്ക് പഠിക്കാം. ഏതിന്റെയൊക്കെയാ? പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ അല്ലെ, അതുപോലെ തന്നെ ഏതൊക്കെയാ? എസിയോട്രോപ്പിൽ തന്നെ മിനിമം ബോയിലിംഗ്, മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിയാണ്? സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്തിന്റെ ഏകദേശം പകുതിയോളം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ഒരു ഭാഗമാണുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ 4 ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സൊല്യൂഷൻസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. റൗൾസ് ലോ, ഹെൻട്രീസ് ലോ. എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഡിസ്കസ് ചെയ്തേ. അപ്പോ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എല്ലാ ക്ലാസ്സുകളും കേൾക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകളിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? ഒന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് അതിലൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ക്ലാസ് എടുത്ത ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.